ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതിന് പിന്നാലെ പ്രതിനിധികളെ അയക്കുമെന്ന NSS. വിഷയത്തിൽ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ് NSSനെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. പ്രബല സമുദായ സംഘടനകളുടെ പിന്തുണ ലഭിച്ച ആത്മവിശ്വാസത്തിലാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. ദേവസ്വം ബോർഡിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. രാഷ്ട്രീയ എതിർപ്പുകൾക്കിടയിലും സമുദായ സംഘടനകളുടെ പിന്തുണയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആത്മവിശ്വാസം. വിശ്വാസങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് NSS പ്രതിനിധി അയക്കാൻ തീരുമാനിച്ചത്. പരിപാടിയുമായി സഹകരിക്കണമോ എന്ന കാര്യത്തിൽ UDF-ൽ രണ്ടഭിപ്രായമാണ്. ഭൂരിപക്ഷ വർഗീയത മുതൽക്കൂട്ടാനാണ് CPM ശ്രമമെന്ന് അടൂർ പ്രകാശ്. ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ മുതൽക്കൂട്ടാം എന്ന് ശ്രമിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല ഏറ്റെടുത്തിരിക്കുന്നത്. BJP-യും CPM-ഉം തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അവർ ഇതൊക്കെ ആവിഷ്കരിക്കുകയാണ്. നല്ല കാര്യമാണെങ്കിൽ എതിർക്കേണ്ടതില്ലെന്നാണ് ലീഗ് നിലപാട്. നമുക്ക് അതന്നെ നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറയണ്ടല്ലോ. നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെന്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആചാരലംഘനത്തിന് പ്രായശ്ചിത്തമായാണ് സർക്കാർ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് VSDP കുറ്റപ്പെടുത്തി. ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ച ഒരു പ്രായശ്ചിത്തമാണല്ലോ. അയ്യപ്പനിൽ നിന്ന് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ കാണും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ വ്യവസ്ഥകളോടെയാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. പങ്കെടുക്കുന്നവർ ശബരിമല വെർച്വൽ ക്യൂ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത 3 വർഷത്തിനിടെ കുറഞ്ഞത് 2 പ്രാവശ്യം ദർശനം നടത്തിയിരിക്കണം. 500 വിദേശ പ്രതിനിധികൾക്കും ക്ഷണമുണ്ട്. സമുദായ സംഘടനകൾക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും ക്ഷണിക്കും. സംഗമ ദിവസം മാസപൂജയ്ക്കെത്തുന്ന സാധാരണ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.